കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ഇനി മണിക്കൂറുകൾക്കകം അറിയാം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിയമസഭാ കക്ഷി യോഗം ചേരും. ഏതാണ്ട് 2 മണിയോട് ആകുമ്പോൾ മുഖ്യമന്ത്രി ആരെന്നറിയാം. 3 പേരുടെ ഒരാളിൻ്റെ പേരടങ്ങിയ ഒരു കവറുമായിട്ട് ദീപാദാസ് മുൻഷി കേരളത്തിലെത്തും എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ച 3 നേതാക്കളോടും കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലുമുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോഴാകും ആരാകും അടുത്ത 5 കൊല്ലം കേരളം ഭരിക്കാൻ പോകുന്നതെന്നറിയാം. എന്തായാലും 2 മണിക്ക് UDF പാർലമെൻ്ററി പാർട്ടി യോഗവും ചേരുന്നുണ്ട്. മലപ്പുറത്ത് യോഗം നടക്കുന്നതിനാൽ തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുമുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് കാശ്മീർ താജ് ഇബ്രാഹിമും അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയായ കന്റോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ നിന്ന് R ശ്രീജിത്തും രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തറും ചേരും. അവിടെ ഇപ്പോൾ നമ്മുടെ പത്തനാപുരത്തെ നിയുക്ത MLA ജ്യോതികുമാർ ചാമക്കാല രമേശ് ചെന്നിത്തല വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതുപോലെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ തുടർ നീക്കങ്ങൾ പറയാൻ ഗൂഗിൾ K വേണുഗോപാൽ പാണക്കാട് നിന്നും തത്സമയം ചേരും. ആദ്യം ആഷ്മി താജ് ഇബ്രാഹിമിലേക്ക് ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്താണ് ആഷ്മി താജ് ഇബ്രാഹിം ഉള്ളത്. ആഷ്മി, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നിങ്ങളെല്ലാം ഉത്കണ്ഠാഭരിതരാണ് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ നിരീക്ഷകൻ B ദിലീപ് കുമാറും നമുക്കൊപ്പം ഉണ്ട്. ആഷ്മി, ഏറ്റവും ലേറ്റസ്റ്റ് ദുരന്തമാണ്. അവിടെ പ്രവർത്തകർ വന്നു തുടങ്ങിയോ അതോ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലുള്ള അവസ്ഥയാണോ? ഇന്നലെ ആയിരുന്നെങ്കിൽ അവിടെ ആളുകൾ തടിച്ചു കൂടുകയായിരുന്നു. ഇന്നെന്താ സ്ഥിതി? SK ഇങ്ങോട്ട് പ്രവർത്തകർക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ. 1-2 അങ്ങനെ വിരലിലുണ്ടെന്ന് പ്രവർത്തകർ മാത്രമേ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ. SK സമയമുണ്ട്. കാര്യം സമയം ഇപ്പോൾ 9 മണിയാവുന്നതേ ഉള്ളൂ. 1 മണിക്കാണ് നിയമസഭാ യോഗം. അതിലാണ് ഏറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും 10-11 മണിയാകുമ്പോഴേക്കും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ വേണം കരുതാൻ. SK പറഞ്ഞോളൂ, ഇന്നലെ വൈകുന്നേരം ഇവിടെ കണ്ടത് പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്ത പോലെ വലിയ ആളായിരുന്നു. കാര്യം അവരുടെ മുഖ്യമന്ത്രി 10 വർഷത്തിന് ശേഷം അവരുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന ഒരു പെർസെപ്ഷൻ ഇന്നലെ രാത്രി ഏറെ വൈകും വരുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടായില്ല. ഇന്ന് തന്നെ ഉണ്ടാവും. അങ്ങേയറ്റം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ആ തീരുമാനം ഇന്ന് ഉണ്ടായേ മതിയാവുകയുള്ളൂ. പക്ഷെ അപ്പോഴും അറ്റ്മോസ്റ്റ് സീക്രസി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ CPM-ലൊക്കെയാണ് അത്തരത്തിലുള്ള മാരകമായ രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കുക. ഇപ്പോഴും അങ്ങേയറ്റം കേരളത്തിലെ മുഖ്യമന്ത്രി ആരെ എന്നുള്ള കാര്യത്തിൽ രഹസ്യാത്മകത, ആ സീക്രസി കാത്തുസൂക്ഷിക്കുന്നു ഹൈക്കമാൻഡ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ പുറത്തു വെക്കുന്നത് അസംഷൻസ്, ഓരോ ക്യാമ്പിന്റെ പ്രതീക്ഷകളല്ലാതെ ഏതെങ്കിലും തരത്തിൽ കൃത്യമായി ടു ദ പോയിന്റ് ഇന്നയാൾ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന വിവരം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ആ സസ്പെൻസ് അങ്ങനെ നിലനിർത്തുന്നു ഹൈക്കമാൻഡ് എന്നുള്ളതാണ് SK ഈ മണിക്കൂറിലെയും യാഥാർത്ഥ്യം. നമ്മൾ ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഒക്കെയായി KC, VD, RC ക്യാമ്പിൽ ഓരോരുത്തരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിക്കുമ്പോഴും അവർ അങ്ങേയറ്റം കോൺഫിഡൻസിലാണ്, അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലാണ്, അങ്ങേയറ്റം ആഘോഷത്തിന് മുകളിലാണ്. അല്പസമയത്തിനകം ഞങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് 3 ക്യാമ്പിന്റെ നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ 3 പേരും ഒരേപോലെ ആത്മവിശ്വാസം. എങ്ങനെയാണോ ഈ പോയ ദിവസങ്ങളിൽ 3 പേർക്കും ഒരേപോലെ ആത്മവിശ്വാസം, അതേപോലെ തന്നെ ആത്മവിശ്വാസം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ദീപാദാസ് മുൻഷിയുടെ പക്കൽ ഒരു സീൽഡ് കവറിലായിരിക്കും ഈ തീരുമാനം ഹൈക്കമാൻഡ് കൊടുത്തുവിടുക എന്നറിയാൻ കഴിയുന്നു. സീൽഡ് കവർ എന്ന് പറഞ്ഞാൽ നേരത്തെ എനിക്ക് തോന്നുന്നു മുകുൾ വാസ്തയ്ക്ക് ഇവിടെ വന്ന് MLA-മാരുടെ മനോഹിതം അറിയാൻ, MLA-മാർ ആർക്കൊപ്പം എന്നറിയാൻ ഒരു പേപ്പർ വന്ന് ഈ സാധനം ഒപ്പിട്ടുകൊണ്ട് പോയായിരുന്നു. അതിൽ KC കേസിനൊക്കെ ഉണ്ട്. അപ്പോൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മിടുക്കനായ ഫോട്ടോഗ്രാഫർ അതിലേക്ക് അവന്റെ ക്യാമറ സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് അത് വലിയ വാർത്തയാവുന്ന കണ്ടു. അപ്പോൾ ഇനി ആ ക്യാമറ സൂമിങ് ഒഴിവാക്കാനാണോ ദീപാദാസ് മുൻഷി മുദ്ര വെച്ച കവറിൽ അതിങ്ങോട്ട് കൊണ്ടുവരിക എന്ന കാര്യം പറയില്ല. കാര്യം എന്തായാലും ദീപാദാസ് മുൻഷിയുടെ കയ്യിൽ ഈ പറഞ്ഞ കവറുണ്ടെങ്കിൽ ഉറപ്പായും നേരത്തെ അനുഭവത്തിൽ ക്യാമറമാരുടെ ക്യാമറ ഒക്കെ ആ കയ്യിലുള്ള കത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് ഉറപ്പാണ്. അതുകൊണ്ടാണോ ഇനി സീൽഡ് കവർ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ അവസാന നിമിഷം മാത്രം നേതാക്കൾ എല്ലാവരും അറിഞ്ഞാൽ മതി എന്ന വാശി, എന്ന ഉറപ്പ്, എന്ന നിർബന്ധം ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ആ ഒരു പരമാവധി സീക്രസി എന്ന കാര്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് KC ക്യാമ്പ് പറയുന്നത് KC ക്യാമ്പിന് അനുകൂലമാണ്. കാര്യം ഏതെങ്കിലും തരത്തിൽ പുറത്ത് പ്രതിഷേധം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത, നിയമസഭാ കക്ഷിയോഗം അലങ്കോലമാക്കാവാതിരിക്കാനുള്ള ജാഗ്രത എന്നൊക്കെ KC ക്യാമ്പ് പറയുന്നു. VD ക്യാമ്പ് പറയുന്നു അങ്ങനെയല്ല എന്ന് VD ക്യാമ്പ് പറയുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഘടകകക്ഷികളുടെയും പൊതുസമൂഹത്തിന്റെയും പൊതുജനത്തിന്റെയും തീരുമാനം മറികടന്നുള്ള മാരകമായ ഒരു അട്ടിമറി തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു VD ക്യാമ്പ്. VD സതീശനും കുടുംബവും ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് കുടുംബസഹിതമുള്ള വരവ്? ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് കിട്ടിയിട്ടാണോ എന്ന് അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ഇപ്പോഴൊന്നും വിളിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡ് ആരോടും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല അല്പസമയം വഴുതക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്കല്ല, അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 1 മണിക്കാണ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടത്. അപ്പോൾ 1 മണിക്ക് ഇവിടെ MLA-മാരുടെ യോഗത്തിൽ ദീപാദാസ് മുൻഷി അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പക്കൽ നിന്ന് കൊണ്ടുവന്ന ഈ പറയുന്ന കവർ, സീൽഡ് കവർ അവിടെ വെച്ച് പൊട്ടിച്ചറിയുമ്പോൾ മാത്രമാണ് SK അവരുടെ ലീഡർ ആരാണെന്ന് കാര്യം അറിയുള്ളൂ. ഇവിടെ പ്രവർത്തകർ, അധികം പ്രവർത്തകരൊന്നും വന്നിട്ടില്ല. ഇവിടെ ചേട്ടാ നമസ്കാരം, രാവിലെ വന്നല്ലേ? എന്തോ പ്രതീക്ഷ? എന്തോ മുഖ്യമന്ത്രി ആവുന്നതാണ് പ്രതീക്ഷ. ചേട്ടാ വീട് എവിടെ? ഗൗരീശപട്ടം. രാവിലെ തന്നെ വന്നു? 1 മണിക്കല്ലേ ഉള്ളൂ? ഞാൻ രാവിലെ എത്തി.
ഇരിക്കപ്പുറത്തില്ല ഒരു പിരിവിരിപ്പ് പിരിവിരിപ്പ് ഒരു പിരിവിരിപ്പില്ലേ? ഇല്ല ഉണ്ട് ഉണ്ട്. രാവിലെ ഒന്നും ഒരു നിവൃത്തില്ല. നമുക്ക് ഇത് തന്നെ അവസ്ഥ. പിരിവിരിപ്പ് ഒരു എസ്കേൻ പറയുന്ന കിടന്നായാലും കിടക്കുന്ന ചവിട്ടി കയറുന്ന പ്രശ്നം അത്രേ ഉള്ളൂ. അല്ലേ? ഓ ആദ്യം വല്ലാത്തൊരു ആകാംക്ഷ ഉണ്ട്. അതനുസരിച്ച് ഉണ്ട്. അപ്പൊ എസ്കേൻ അതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന കിടക്ക് ചവിട്ടി കയറുന്ന മട്ടിൽ ആകാംക്ഷ വരുന്ന ചേട്ടൻ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമസ്കാരം. ഒരാഴ്ചയായിട്ട് അദ്ദേഹം അവിടെ ഇരിപ്പാണോ? നാദാപുരത്ത് വന്നോ? ഓ അപ്പൊ ഇതിന് വന്നോ? ആ മനുഷ്യൻ ഒരാഴ്ചയായിട്ട് ഇന്ദിരാഭവനകത്ത് കുത്തിയിരിക്കുകയാണോ? ലോക മലയാളികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും. ഈ ചേട്ടൻ ഉറക്കമില്ല, കിടന്നിട്ട് ഇരിക്കപ്പുറത്തില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങ് ആകെ പ്രശ്നമായിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നാ എസ് കെ. ഒരാഴ്ചയായോ ആ മനുഷ്യൻ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ദിവസവും വരും, തീരുമാനമാവാതെ പോകും, എല്ലാ ദിവസവും വരും തീരുമാനം അല്ലേ? ചേട്ടാ ഇന്നലെ വന്നു അല്ലേ? ഇന്നലെ വന്ന് ഫുൾ ടൈം ഇവിടെ നിന്നു. ആകെ ഉറക്കമില്ല, കണ്ണൊക്കെ ഒരുമാതിരി ഇങ്ങനെ അല്ലേ? ഉണ്ട് എസ് കെ ഉണ്ട്. ആ പ്രശ്നമുണ്ട്. ആഷ്മി, ആ ഇന്ദിരാഭവന്റെ മുന്നിലെ ഒരു ചെറിയ ചായക്കടയുണ്ട്, നല്ല ഉഴുന്നോടെ കിട്ടുമോടെ? ഒരു ഉഴുന്നോടെ ഒരു ചായയും നമ്മുടെ പറ്റിൽ വാങ്ങിച്ചു കൊടുത്തല്ലോ അദ്ദേഹത്തിന്. കാര്യം ഇത്രയും കമ്മിറ്റഡ് ആയ ഒരു മനുഷ്യൻ. ആ ചേട്ടൻ ഉഴുന്നോടൊക്കെ ഇറങ്ങുമെന്ന് അറിയത്തില്ല. ഇപ്പം എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം തൊണ്ടക്കുഴിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങത്തില്ല എന്നൊക്കെയാണ് ചേട്ടൻ ഭയങ്കര ആകാംക്ഷയാണ്. അത് അദ്ദേഹം കടുത്ത വീടി ആരാധകനാണ്. വീടി തന്നെ വരണം എന്നുള്ളത് അങ്ങനെ വൈകാരികമായി നമ്മോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രവർത്തകർ അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ഇന്ന് എന്തായാലും നിർണായക ദിവസമാണ്. കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭാഗതയം എന്താണ്, അടുത്ത 5 വർഷത്തെ രാഷ്ട്രീയ നാഥൻ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്ന ദിവസം ഇന്നാണെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അത് 3-ൽ ആര് എന്നുള്ളതാണ്. അതിപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി അവർക്ക് മുൻതൂക്കം ഇവർക്ക് മുൻതൂക്കം എന്നൊക്കെ പറയുന്നത് അസംഷൻസ് മാത്രമാണ് സ്കേൻ. ആർക്കും യാതൊരു പിടിയുമില്ല, നേതാക്കൾക്കടക്കം. സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.